എല്ലാവർക്കും ഡ്രാമ റിവ്യൂവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു കൊറിയൻ ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. ഇവൻ നല്ല ചെറുപ്പമായിരുന്ന സമയത്ത് ഇവൻ്റെ ഒരു ഫയർ ആക്സിഡൻറ്റ് സംഭവിക്കുന്നുണ്ട്. അത് കാരണം അവൻ്റെ ഒരു കാതിന് കേൾവിക്കുറവും സംഭവിക്കുന്നുണ്ട്. അവൻ്റെ നെർവ് സിസ്റ്റത്തിനൊക്കെ ഡാമേജും സംഭവിക്കുന്നുണ്ട്. ആ ഒരു ഫയർ ആക്സിഡൻറ്റ് കാരണം ഉണ്ടായ ട്രോമ കാരണം അവൻ എപ്പോഴൊക്കെ ഹെവി സൗണ്ട് കേൾക്കുന്നു അപ്പോഴൊക്കെ അവൻ്റെ കാതിൽ റിങ്ങിങ് സൗണ്ട് കേൾക്കുകയും അവന് തലകറക്കം പോലെ വരെയും പാനിക് അറ്റാക്ക് സംഭവിക്കാറുണ്ട്. ഇവൻ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ വരുന്ന സമയത്ത് അവിടെ ഒരു ഫയർ ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. ആ ഫയറിൻ്റെ പെട്ടെന്നുള്ള സൗണ്ട് കാരണം ഇവന് വീണ്ടും അവൻ്റെ കാതിൽ റിങ്ങിങ് സൗണ്ട് കേൾക്കുകയാണ്. പെട്ടെന്ന് അവന് പാനിക് അറ്റാക്ക് പോലെയൊക്കെ സംഭവിക്കുകയാണ്. എന്നിട്ടും അവൻ അതൊന്നും മൈൻഡാക്കാതെ അവൻ്റെ ഗേൾ ഫ്രണ്ട് അകത്തുള്ളത് കൊണ്ട് തന്നെ അവരെ രക്ഷിക്കാൻ വേണ്ടി അവൻ അകത്തോട്ട് പോവുകയാണ്. അവൻ്റെ പേടിയെല്ലാം മാറ്റി വെച്ചിട്ട് ആ സമയത്ത് തന്നെ ആ പെൺകുട്ടി അവൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. ഇവളെ കാണുന്നതും അവന് ഒരുപാട് ആശ്വാസമാവുകയും അവളെ തോളിലോട്ട് തലയിറങ്ങി വീഴുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അവളടുത്ത് മറച്ചു വെച്ചിരുന്ന ഒരു സീക്രട്ട് അവൾ കണ്ടുപിടിക്കുകയും ഇവർക്കിടയിൽ ഒരു ബ്രേക്കപ്പ് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കാരണം അവന് ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനത്തെ ഒരു പാനിക് അറ്റാക്ക് സംഭവിക്കുകയാണ്. അവൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അവൻ പലതവണ അവളടുത്ത് പോയിട്ടുണ്ടെങ്കിലും അവളതൊന്നും കേൾക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. പെൺകുട്ടി അവനെ ഇഗ്നോർ ചെയ്ത് പോവുകയാണ്. അത് കാരണം അവന് വീണ്ടും കാതിൽ റിങ്ങിങ് സൗണ്ട് സംഭവിക്കുകയും പാനിക് അറ്റാക്ക് വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. പയ്യെ പയ്യെ അവന് ആ ആക്സിഡൻറ്റിൽ നഷ്ടപ്പെട്ടു പോയ ഓരോ മെമ്മറീസൊക്കെ ആയിട്ട് ഓർമ്മ വരുന്നുണ്ട്. ആ ബ്രേക്കപ്പ് കാരണം അവന് നല്ല രീതിയിൽ പനി വരെയും അവൻ തലയിറങ്ങി വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ പനി വന്ന സമയത്ത് അവനെ നോക്കാനായിട്ട് ഒരു അപ്പൂപ്പനാണ് ഉണ്ടായിരുന്നത്. ആ അപ്പൂപ്പൻ ഇവനെ നല്ല രീതിയിൽ നോക്കുകയും ചെയ്യുകയാണ്. ആ സമയത്ത് തന്നെ ഈ പെൺകുട്ടിയുടെ ഫ്രണ്ട് അവനെ വിളിച്ച് പറയാണ് അവൾ എങ്ങോട്ടോ പോയിട്ടുണ്ട്, ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. വളരെ മോശം രീതിയിലാണ് അവൾ സംസാരിച്ചത്, നല്ല വിഷമമുണ്ടായിരുന്നു അവളുടെ സംസാരത്തിന് എന്നൊക്കെ ആ പെൺകുട്ടി ഇവൻ്റെ അടുത്ത് പറയണം. അത് കേൾക്കുന്നതും ഇവൻ ഒരുപാട് പാനിക്കാവുന്നുണ്ട്. അവൻ്റെ അസുഖം പോലും നോക്കാതെ അവൾ അന്വേഷിച്ച് പോകുന്നുണ്ട്. പോകുന്ന സമയത്തും അവൻ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരാണ്. ഒരു ആക്സിഡൻ്റൊക്കെ സംഭവിക്കുന്നുണ്ട്. അവന് ഹാലുസിനേഷനൊക്കെ പോലെയൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. അവൻ്റെ നെർവ് സിസ്റ്റം ഡാമേജ് ആയത് കാരണം ഇവന് ഈ ഒരു അസുഖത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. താങ്ക്